സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 32 വാക്യം 8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 32 സങ്കീർത്തനം 8 വാക്യത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദാവീദിൻ്റെ അധരങ്ങളാൽ സംസാരിക്കുകയാണ്. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു വാഗ്ദാനം നമുക്ക് കാണാവുന്നതാണ്. ആ വാഗ്ദാനം നാം നമ്മുടെ ജീവിതയാത്രയിൽ പലവിധ പ്രതിസന്ധികളുടെ മധ്യേ പകച്ചു നിൽക്കുമ്പോൾ, എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എന്തു ചെയ്യണമെന്നറിയാതെ വഴിയടഞ്ഞ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് മാർഗദർശിയായിരിക്കുമെന്നാണ് ഒന്നാമതായി പറയുന്നത്. മാർഗം അഥവാ വഴി, അത് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. വഴി കാട്ടിത്തരുന്നത് വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിലാണ് നാം എല്ലാം സ്പഷ്ടമായി കാണുന്നത്. പ്രത്യേകിച്ച് വഴിയിലുള്ള ഇടർച്ചകൾ, വഴിയിലുള്ള പ്രതിബന്ധങ്ങൾ, വഴിയിലുള്ള അപകടങ്ങൾ, ഇതെല്ലാം നാം തിരിച്ചറിയുന്നത് വെളിച്ചത്തിൻ്റെ ഫലത്താലാണ്. ഇവിടെ ഒരു ഭക്തനായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ ഏത് വഴിയിൽ സഞ്ചരിക്കണമോ ആ വഴി നിനക്ക് കാണിച്ചു തരുവാൻ. ഈ നാളുകളിൽ, ഈ അന്ത്യകാലത്ത് വഴി നിർദ്ദേശിക്കുന്ന സാങ്കേതിക വിദ്യകളൊക്കെ നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ അപജയങ്ങളും കൂടെ നാം കേൾക്കാറുണ്ട്. ലൊക്കേഷനൊക്കെ നൽകിയെങ്കിലും അതനുസരിച്ച് ഗൂഗിൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പോയി ചെന്നുപെട്ടത് നദിയിലും മറ്റു പല അപകട മേഖലയിലുമായിരുന്നു എന്ന് നാം ഈയിടെ കേൾക്കുവാനിടയായല്ലോ. യഥാർത്ഥമായ വഴി കാട്ടിത്തരുന്ന ഒരു സുഹൃത്ത് ഇവിടെ ദൈവം പറയുകയാണ്, തൻ്റെ ഭക്തന് ദൈവം വഴി ഉപദേശിച്ചു കൊടുക്കുമെന്ന്. സങ്കീർത്തനം 32:6 ഭക്തർക്കായിട്ടുള്ള വാഗ്ദാനമാണ് ഇതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഭക്തൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുമെന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ അഥവാ ഒരു വിശ്വാസി, ആ വ്യക്തിക്ക് മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ വഴിയടഞ്ഞ അവസ്ഥ അഥവാ വഴിമുട്ടിയ അവസ്ഥ ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഉദാഹരണം നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവർ മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടലായിരുന്നു. പുറകോട്ട് പോകാനും സാധ്യമല്ല. കാരണം ശത്രു സൈന്യം അവരെ പിന്തുടരുന്നു അവസ്ഥയായിരുന്നു. ആ സമയം, ആ വഴിമുട്ടിയ അവസ്ഥയിൽ അവർ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ വഴി ദൈവം ചെങ്കടലിൻ്റെ മധ്യേ കാട്ടിക്കൊടുക്കുകയാണ്. ഇവിടെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന്. അവസാനമായി ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നാണ്. വഴി മാത്രമല്ല,
മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് ആവശ്യമായ ആലോചന അത് നമുക്ക് അത്യാവശ്യമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, അവർ നടക്കേണ്ടുന്ന വഴി അവർക്ക് കാട്ടിക്കൊടുക്കുന്നു, ഒപ്പം അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആലോചനയായി പറയുന്നു. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ജീവിത ലക്ഷ്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നു. അതുപോലെ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് വഴി കാട്ടിത്തന്ന് നമ്മെ നടത്താമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ, ആമേൻ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.